ആദ്യം തന്നെ പത്തനംതിട്ടയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. രാവിലെ തന്നെ ഏറെ ദുഃഖമുള്ള വാർത്ത വരുന്നു. ഒരു പ്രഭാതവും ഇത്തരത്തിൽ ചില വാർത്തകൾ കൊണ്ട് നിറയരുത് എന്ന് ആശിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അപകട വാർത്തകൾ തന്നെ നിരന്തരം വരുന്നു, മരണ വാർത്തകൾ തന്നെ നിരന്തരം വരുന്നു എന്നത് ഏറെ ദുഃഖിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. പത്തനംതിട്ടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയണം. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് 4 മരണം സംഭവിച്ചിരിക്കുന്നു. മരിച്ചത് കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ്. കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായിപ്പൻ, അനു, നിഖിൽ, ബിജു പി ജോർജ് എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇതിന്റെ വിവരങ്ങളുമായി സുജു ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. പറയാൻ സാധിക്കുന്നില്ല, ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ മാത്രമല്ല, നവദമ്പതികളാണ് മരിച്ച 2 പേർ എന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, ഇന്ന് വെളുപ്പിനെ പുലർച്ചെ 4:30ക്കും 5 മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം അപകടമുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കാറ് അമിത വേഗത്തിലെത്തി ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയെന്ന വിവരമാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്നാൽ ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ ആ വാഹനം ഓടിച്ചാൽ ഉറങ്ങിപ്പോയതാണോ, അതല്ല മറ്റേതെങ്കിലും കാരണമാണോ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനിയും വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്നാലും വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃക്സാക്ഷികൾ രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിലെത്തിയ ആളുകൾ പറയുന്നത് അവർ വാഹനം വെട്ടിപ്പൊളിച്ചാണ് വാഹനത്തിനുള്ളിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തി എന്നതാണ് ഇവർ നൽകുന്ന വിവരം. ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് കോന്നി ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. കൊല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. കോന്നി മല്ലശ്ശേരി സ്വദേശികളാണ് ഈ അപകടത്തിൽ മരിച്ച 4 ആളുകളും. മത്തായിപ്പൻ, അനു, നിഖിൽ, മാത്യു എന്നിവരാണ് മരിച്ച ആളുകൾ. ഇതിൽ നവദമ്പതികളായ അനുവും നിഖിലും മലേഷ്യയിൽ വിനോദയാത്രയ്ക്ക്, അതായത് വിവാഹശേഷമുള്ള വിനോദയാത്രയ്ക്ക് പോയ ശേഷം തിരിച്ചു വരികയാണ് അപകടമുണ്ടാകുന്നത്. ഇവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നവരാണ് വരികയായിരുന്നു. അനുവിന്റെ പിതാവായ മത്തായിപ്പനും നിഖിലിന്റെ പിതാവായ മാത്യുവും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ ഒരുമിച്ചെത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് 5 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ ഇവരുടെ മല്ലശ്ശേരിയിലെ വീട്ടിലേക്ക്. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ശബരിമല തീർത്ഥാടകരായിരുന്നു ബസ്സിലുള്ളവർക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അനു ഉൾപ്പെടെയുള്ള നവദമ്പതികളുടെയും അവരുടെ രണ്ടുപേരുടെയും പിതാവിന്റെയും മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ അനു ഒഴികെ ബാക്കി 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. അനുവിനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ ശേഷമാണ് അനുവിന്റെ മരണം സംഭവിക്കുന്നത്. പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ നമുക്ക് വിവരങ്ങൾ പങ്കുവെക്കേണ്ടതായി വരുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു കാഴ്ചയുമുണ്ട്. എന്നാൽ അതിന്റെ കാരണങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാകാനും സാധ്യതയുണ്ട്. ഇവിടെ കൃത്യമായ ഒരു കാരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അതിനാൽ പോലീസിൽ ലഭിക്കുന്ന പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ പ്രാഥമികമായ വിവരം മാത്രമാണ് കാർ അമിത വേഗതയിൽ ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ അയ്യപ്പ തീർത്ഥാടകർ സഞ്ചരിച്ച കാറിൽ വാഹനം ഇടിച്ചു എന്ന വിവരം ലഭിക്കുന്നത്. ഈ പോലീസിൽ നിന്നും പ്രാഥമിക വിവരമാണ്. എന്നാൽ CCTV ദൃശ്യങ്ങൾ അതുപോലെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അപകട കാരണം വ്യക്തമാകുകയുള്ളൂ. ആ സംഭവ സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ ഇതൊരു സ്ഥിരം അപകട മേഖല കൂടിയാണെന്ന് വിവരങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്നു. പ്രിയ പറഞ്ഞ പോലെ വളരെ വേദനാജനകമായ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹം നവംബർ 30-നായിരുന്നു. ഇന്നിപ്പോൾ ഡിസംബർ 15 ആകുവാണ്. ഏതാണ്ട് 15 ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ദാമ്പത്യ ജീവിതവും അതിനൊക്കെ വിനോദയാത്രയ്ക്ക് പോകുന്നു. അതിന് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം തീർച്ചയായിട്ടും ഒരു നാടിനെ മാത്രമല്ല കേരളത്തെ ആകെ നമ്മൾ കാണുന്ന മലയാളികളാകെ കണ്ണീരിലാഴ്ത്തുന്ന വാർത്ത കൂടിയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം. ശബരിമല തീർത്ഥാടനത്തിന് ശേഷം പലപ്പോഴും ശബരിമല തീർത്ഥാടന വാഹന അപകടത്തിൽപ്പെടാറുണ്ട്.
പലപ്പോഴും വിവിധ കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത്, മറ്റൊന്ന് പരിചയക്കുറവ് വാഹന ഡ്രൈവർമാർക്കുണ്ടാകുന്നത്, അത്തരം സാധ്യതകളൊക്കെ ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ഈ മലയാളികളായ മല്ലശ്ശേരി സ്വദേശികൾ ഇപ്പോൾ മരണപ്പെട്ടവരുടെ കാർ വന്ന് ഇടിച്ചു കയറുക ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ആ തീർത്ഥാടകരുടെ വാഹനത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഡ്രൈവിംഗിൽ പിഴവ് സംഭവിച്ചുകൊണ്ടാൻ സാധ്യത കുറവാണ്. എന്നാൽ പോലും ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും നാട്ടുകാരെത്തിയാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവർ വലിയ ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. കാർ ബസ്സിനുള്ളിൽ ഇടിച്ചു കയറിയ നിലയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. പിന്നീട് ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ ഒരുപക്ഷെ ഈ വാഹനമടിച്ച ഈ മല്ലശ്ശേരി സ്വദേശികളുടെ വാഹനമടിച്ച ബിജു അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം ഒരുപക്ഷെ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാരണം ആകാനായിരുന്നു സാധ്യത. അതുകൊണ്ടായിരിക്കാം ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും അമിത വേഗതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്ന് പുലർച്ചെ ഇവർ വരുന്ന യാത്രയാണ്. അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ ഉറങ്ങുക പോകുന്ന സാധാരണ സംഭവിക്കാറുള്ളത്. അത് തന്നെയാകാം ഒരുപക്ഷെ അപകട കാരണം. ഇപ്പൊ KU ജനീഷ് കുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം തന്നെ ഈ ദാരുണ സംഭവം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്ക് അറിയാം, ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ പോലും 4 ആളുകൾ ഒരു വാഹന അപകടത്തിൽ ഒരുമിച്ച് മരിക്കുക എന്നത് അത്യന്തം വേദനാജനകമായ സംഭവം തന്നെ. അതിൽ ഒരു കുടുംബത്തിലെ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് നവംബർ 30 മാത്രം വിവാഹം കഴിഞ്ഞ ഒരു ദമ്പതിമാർ അവിടെ അവരുടെ വിവാഹത്തിന്റെ ആഘോഷം പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മരണം സംഭവിക്കുക എന്ന് പറയുന്ന ഏറ്റവും വേദനാജനകമായ സംഭവം തന്നെയാണ്. സുജു, നമുക്ക് ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എത്രത്തോളം വലിയ ആഘാതമാണ് സംഭവിച്ചത്. വലിയ ഒരു ഇടിയാണ്. ആ വണ്ടി പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ കാറിനുള്ളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് എടുത്തത് അത് വെട്ടിപ്പൊളിച്ചാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മേഖല അത് സ്ഥിരം അപകടമുണ്ടാകുന്ന ഏരിയ ആണോ? അതിനെക്കുറിച്ച് എന്താണ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ റോഡിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈയിടെയാണ് കഴിഞ്ഞത്. അതുകൊണ്ട് നല്ല റോഡാണ്. സ്പീഡ് കൂടാൻ സ്വാഭാവികമായും സാധ്യതയുമുണ്ട്. അതൊക്കെയും ഇതിന് ചില കാരണങ്ങളായിട്ടുണ്ടല്ലേ? പ്രിയ, സ്വാഭാവികമായി തന്നെ പ്രിയ സൂചിപ്പിച്ച ശരിയാണ്. പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നവീകരണം പൂർത്തിയായിട്ട് അധികം നാളുകളായിട്ടില്ല. ഒരുപക്ഷെ പ്രിയയ്ക്കും സുപരിചിതമായ ഒരു റോഡ് കൂടിയാണ്. നമുക്ക് പത്തനംതിട്ടക്കാർക്ക് അറിയാവുന്നതാണ്. ഇവിടെ അപകട കാരണങ്ങൾ പലപ്പോഴും വ്യത്യസ്ത കാരണങ്ങളാകാറുണ്ട്. ഒന്ന് ഈ നാട്ടുകാർ ഇപ്പോൾ അവിടെ ഒരു സ്ഥിരം അപകട മേഖല എന്ന് പറയുന്നത് അവർ തത്സമയം അവർ പ്രതികരിക്കുകയുണ്ടായി. എന്നിരുന്നാൽ പോലും അതിന്റെ കാരണങ്ങൾ പുതിയ റോഡുകളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അമിത വേഗതയിൽ ആളുകൾ വാഹനം ഓടിക്കുന്നതിനും പതിവാണ്. നമുക്ക് ഈ പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ എത്തുമ്പോൾ അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് റോഡിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണോ, അതിനെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അതല്ല വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു വന്നതാണോ, അതല്ല ഉറങ്ങിപ്പോയാൽ അത് നിയന്ത്രണം നഷ്ടപ്പെടുകയും അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും എത്തിച്ചേരാറുണ്ട്. അത്തരത്തിൽ ഒരു ഇതാണോ എന്നുള്ള കാര്യത്തിലും നമുക്കിനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.